UN പ്രോസിക്യൂട്ടർ കരീം ഖാൻ അദ്ദേഹത്തെ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഗ്ലോബൽ മീഡിയയിലും നമ്മുടെ ചില നാഷണൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. കാരണം ഇദ്ദേഹമാണ് യുണൈറ്റഡ് നേഷനിൽ ആദ്യം റഷ്യക്കെതിരെ സംഭവങ്ങൾ കൊണ്ടുവന്നു, പുട്ടിനെതിരെ കൊണ്ടുവന്നു, മറ്റ് പല രാജ്യങ്ങൾക്കെതിരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ലെബനൻ വാറിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അറേബ്യയിലുണ്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയുമായിട്ടും ഇസ്രായേലുമായിട്ടും ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷനിൽ പ്രശ്നമുണ്ടായ സമയത്തും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിനെതിരെ അവിടെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു, ആ രാജ്യത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. ആ സമയത്തും ഈ കരീം ഖാനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിങ്ങൾ കണ്ടു കാണും. ഇപ്പം ഏറ്റവും അവസാനമുണ്ടായ സംഭവമാണ്, ആദ്യം കരീം ഖാൻ പറ്റി പറയാം. ഇദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പാകിസ്ഥാനിയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഡെമട്രോളജിസ്റ്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. അവിടെയുള്ള ഇംഗ്ലണ്ട് സ്വദേശിയായ ഒരു സ്ത്രീയെ, അതായത് ഇംഗ്ലണ്ട് സിറ്റിസനെ കല്യാണം കഴിക്കുക, അതിലുണ്ടായ കുട്ടിയാണ് ഈ കരീം ഖാൻ. ഇദ്ദേഹം ഹ്യൂമനിറ്റേറിയൻ ആക്ടിവിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലൊക്കെ പറയുന്നത്. പിന്നീട് ഇദ്ദേഹം പല ഗ്ലോബൽ വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ട്, പ്രത്യേകിച്ച് ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു. അതിനുശേഷമാണ് യുണൈറ്റഡ് നേഷൻ്റെ പ്രോസിക്യൂട്ടറായിട്ട് ഇദ്ദേഹം നിയമിതനാകുന്നത്. അപ്പം ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായി. അത് അടുത്ത സമയത്ത് 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അവർ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുന്നത് ഇദ്ദേഹം സെക്ഷൽ അസോൾട്ടിന് പല ആവർത്തി ആ സ്ത്രീയെ ശ്രമിച്ചു. അതേപോലെ തന്നെ ഇവർ തെളിവുൾപ്പെടെയാണ് അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം മറ്റൊരു ഏജൻസി, UN ഏജൻസി അല്ല, UN ഏജൻസിക്ക് പുറമേ ഉള്ള ഒരു ഏജൻസി അതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയും, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അതിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ എലൻ ഗാലന്റ്, പഴയ പോയ ആൾ, അതേപോലെ തന്നെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫ്, ഇവർക്കെതിരെയൊക്കെ അറസ്റ്റ് വാറണ്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇയാളാണ് അത് നേതൃത്വം കൊടുത്ത് ഡിക്ലെയർ ചെയ്യിപ്പിച്ചത്, കോർട്ടിൽ നിന്ന് ഓർഡർ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇയാളുടെ പോക്ക് ശരിയല്ല, ഇദ്ദേഹം പ്രത്യേകമായിട്ട് മതവിഭാഗത്തിൻ്റെ പേരിൽ ഈ ഗാസയിലുള്ള അവിടെയുള്ള തീവ്രവാദികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ, അതായത് ഒരു രാജ്യത്തിൻ്റെ എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിന് എതിരെ ഈ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ ഇയാൾ മറ്റൊരു സംഭവം കൊണ്ടത് യാഹ്യ സിൻവാർ, അതേപോലെ തന്നെ അവിടുത്തെ ഹമാസിൻ്റെ ചില മിലിറ്റൻറ്റ്, അവർക്കെതിരെ ഇതേപോലെ വാറണ്ട്, അതായത് ഈ ഹമാസ് എന്ന് പറഞ്ഞ ഈ തീവ്രവാദ ഗ്രൂപ്പാണ് ഇസ്രായേലിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെതിരെ മിണ്ടുന്നില്ല. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ടെറർ ക്യാമ്പുകളിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ച് അവർക്കെതിരെ ബോംബ് ചെയ്തു, അതിനകത്ത് സിവിലിയൻസും കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇസ്രായേലും അത് തള്ളിക്കളയുന്നില്ല. പക്ഷെ പറയുന്നൊരു കാര്യം, ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് യുണൈറ്റഡ് നേഷനിലും ഈ പറയുന്ന കോർട്ടിലും പറഞ്ഞത്, അതായത് ടെറർ ഗ്രൂപ്പുകൾ അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും അവിടെയുള്ള പള്ളികളും മുസ്ലിം പള്ളികളുമാണ് ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് പറയുന്നത് യുണൈറ്റഡ് നേഷൻ്റെ പല ക്യാമ്പുകളുണ്ട്, അതായത് നമ്മളൊക്കെ കൊടുത്ത പണം കൊണ്ട് ഇവർക്ക് ഫുഡും മെറ്റീരിയൽസൊക്കെ വിതരണം ചെയ്യുന്ന ക്യാമ്പുകളുണ്ട്. ഈ ക്യാമ്പുകളും വണ്ടികളും അതിനകത്താണ് അതായത് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ സഞ്ചരിക്കുകയും ഈ ഇസ്രായേലി ഫോഴ്സിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി, കാരണം ഇതൊരു വോളണ്ടറി ഗ്രൂപ്പാണല്ലോ, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ ഇയാൾ കണിശമായിട്ടാണ് അന്ന് കോർട്ടിൽ വിമർശിച്ചത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എങ്ങനെയൊക്കെയാണ് കരീം ഖാൻ പല ആർഗ്യുമെൻറ്റും ഗ്ലോബലായിട്ട് സംഭവ വാർത്ത അതിൻ്റെ പേരിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയും അവിടുത്തെ IDFനെതിരെയും ഇതേപോലെയുള്ള വാറണ്ടുകൾ പുറത്ത്. ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ ഇൻ്റർനാഷണലി അത് ഇസ്രായേലിന് ക്ഷീണമുണ്ടാകും. കാരണം യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന കോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. നേരത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ടെററായിട്ട് പോലും ഡിക്ലെയർ ചെയ്യണമെന്ന് ഈ കരീം ഖാൻ പല ആവർത്തി വാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കരീം ഖാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വിസിറ്റ് നടത്തിയിട്ട് ഇസ്രായേലിനെതിരെ വളരെ മോശമായ പരാമർശങ്ങളാണ് പലയിടത്തും നടത്തിയിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസിനെ ആണെങ്കിലും ഇറാനെ ആണെങ്കിലും ഇയാൾ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവരിത്രയും മിസൈൽ അയക്കുന്നു, ബോംബ് അയക്കുന്നു, ഇവിടൊക്കെ പല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ കാര്യത്തിലൊക്കെ കരീം ഖാൻ, നമ്മുടെ ആ രീതി അറിയാമല്ലോ, ആ മതത്തിൻ്റെ ഒരു പ്രശ്നം, ആ
ആൾക്കാരെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന രീതിയിലാണ് കരീം ഖാൻ പലയിടത്തും അതേപോലെ കോർട്ടിലും അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റും ഡിക്ലറേഷനും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പലയിടത്തും പല ന്യൂസ് പേപ്പറിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴയാൾക്ക് ശരിക്കും പിടികിട്ടി പെട്ടുപോയത് അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ അവരാദ്യം ഈ പരാതി കൊടുക്കുന്നു, ഇയാളത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. പിന്നീടത് അവിടുത്തെ സീനിയറായിട്ടുള്ള ഓഫീഷ്യൽസിൻ്റെയും ജഡ്ജസിൻ്റെയും ഈ പരാതി പോകുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനൊരു സംഭവമില്ല, മാടയാണ് കോടയാണെന്നൊക്കെ പറയുന്നു. അവസാനം ഈ സ്ത്രീ തന്നെ പരസ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുകയാണ് ഇയാൾ സ്ഥിരമായിട്ട് സെക്ഷൽ അബ്യൂസും പ്രിഡേറ്റർ രീതിയിലാണ് അവരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം ഇയാൾക്ക് സെക്ഷൽ ഫേവർ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവരെ പല ആവർത്തി തരം താഴ്ത്തുകയും ജോലികൾ കൊടുക്കാതെയുമായി. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾക്കും പിടികിട്ടി. ഇയാൾ ആദ്യം ഇതൊക്കെ ഒത്തിരി ഡിനൈ ചെയ്ത് നോക്കി. അവസാനം ഇയാൾ തന്നെ പറഞ്ഞ് അടുത്തൊരു എക്സ്റ്റേണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇത് അന്വേഷിക്കട്ടെ, അതിനുശേഷം താൻ രാജിവെക്കുന്ന കാര്യം തീരുമാനിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ വലിയ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഇവർ രാജിയുമായിട്ട് ഇദ്ദേഹം പോകുമോ വെക്കുമോ എന്നുള്ള വരാനുള്ള ദിവസങ്ങൾ കണ്ടറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ അറിയാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി, അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നയാൾ, അവിടെ പരാതി കൊടുത്ത സ്ത്രീ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ ഒറിജിനാണ്. അവരാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്തത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ തെറ്റായ രീതിയിലൊക്കെ പോയി സംഭവമാണ്, ഇസ്രായേൽ അവർക്കിട്ട് പണിയെന്ന് പറഞ്ഞു. അവസാനം ഇയാളെ തെറിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ ഉയർന്നു വരുന്നത്, ഇയാൾ പല ആവർത്തി ഇസ്രായേലിനെതിരെ അവിടുത്തെ ഡിഫൻസ് ഫോഴ്സിനെതിരെയും ചെയ്ത പല പരാമർശങ്ങളും പലതും തെറ്റാണ് എന്ന് പല ന്യൂസ് പേപ്പറുകളും പറയാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് ഇയാൾക്ക് സ്ഥാനചലനം ഉണ്ടാകുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോവുകയും അവസാനം ഈ സ്ത്രീയുടെ പരാതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ തെറിക്കുന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്രായേൽ ഇയാൾക്കിട്ട് പണി കൊടുക്കും, തെറ്റായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. അന്തർദേശീയ കോടതിയിൽ പോലും ഇതിനാരും വലിയ വെയിറ്റേജ് കൊടുക്കുന്നില്ലെങ്കിൽ തന്നെ ഒരു ക്രെഡിബിലിറ്റി ഇമേജിൻ്റെയും പ്രശ്നമുണ്ട്. കാരണം അന്തർദേശീയ കോർട്ട് അവിടെ ഒരു സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, അതായത് എലക്റ്റഡായ പ്രസിഡൻറ്റിനെതിരെ അറസ്റ്റ് വാറണ്ട് വരുന്നു, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർക്കെതിരെ വരുന്നു, അവിടുത്തെ പട്ടാളം അവിടെയുള്ള സീനിയറായിട്ടുള്ള ഓഫീഷ്യൽസിന് വരുന്നു. ഇതാ രാജ്യത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ചറ്റാക്ക് ചെയ്തു. അതാണ് ഇതിൻ്റെ ഭാഗം. കാരണം ടെററിസവുമായിട്ട് യോജിച്ചു പോകാൻ ലോകത്തൊരു രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അറ്റാക്ക് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കുകയും ഇസ്രായേലിനെ അതിശക്തമായി വിമർശിക്കുകയും കോർട്ടിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത കരീം ഖാന് നല്ല പണിയാണ് അവസാനം ഇസ്രായേലും ആ സ്ത്രീയും കൂടെ കൊടുത്തിരിക്കുന്നത്.